നമസ്കാരം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കേരള ഗവർണറായി വീണ്ടും നിയമനം ലഭിച്ചേക്കുമെന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ഉണ്ടായിരുന്നു. സെപ്റ്റംബറിൽ കാലാവധി പൂർത്തിയാക്കുന്ന അദ്ദേഹത്തെ 5 വർഷത്തേക്ക് കൂടി കേരളത്തിൽ തന്നെ നിയമിക്കാനാണ് ആലോചിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം രാഷ്ട്രപതിക്ക് ചുമതല നീട്ടി നൽകാം. സെപ്റ്റംബറിൽ കാലാവധി പൂർത്തിയാക്കുന്ന അദ്ദേഹത്തെ 5 വർഷത്തേക്ക് കൂടി കേരളത്തിൽ തന്നെ നിയമിക്കാനാണ് ആലോചിക്കുന്നത് എന്നാണ് സൂചനകൾ. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം രാഷ്ട്രപതിക്ക് ചുമതല നീട്ടി നൽകാം. കാലാവധി പൂർത്തിയാക്കിയാൽ പുതിയ നിയമനം ഉണ്ടാകുന്നതുവരെ തുടരാനും ആകും. മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള പരസ്യമായ പോര് മുതൽ തെരുവിൽ SFIയെ നേരിട്ടതുവരെയുള്ള വിവിധ ഘടകങ്ങളാണ് ഗവർണറെ കേന്ദ്രത്തിന് പ്രിയപ്പെട്ടതാക്കുന്നത്. സംസ്ഥാന സർക്കാരിനെതിരെ ഗവർണർ സ്വീകരിക്കുന്ന നിലപാടുകളും പല വിഷയങ്ങളിലും അദ്ദേഹത്തിന്റെ നിലപാടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സഹായകമായെന്നാണ് BJP കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. സർവകലാശാലകളിലെ നിയമനങ്ങൾ, SFI വിഷയത്തിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ തുടങ്ങിയ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. സർവകലാശാലകളിലെ നിയമനങ്ങൾക്കെതിരെ വൈസ് ചാൻസലർ എന്ന നിലയിൽ സ്വീകരിച്ച നടപടികൾ സർക്കാരിനെ പ്രതിസന്ധിയിലും ആക്കിയിരുന്നു. ഇതെല്ലാം ഗവർണർക്ക് അനുകൂലമായ ഘടകങ്ങളാണ്. പൊതുസമൂഹത്തിന് മുന്നിൽ സർക്കാരിന്റെയും സർക്കാർ അനുകൂല സംഘടനകളുടെയും നേതൃത്വത്തിൽ ജനവിരുദ്ധ നടപടികളാണ് നടക്കുന്നതെന്ന് വിളിച്ചു പറയുന്നതായിരുന്നു ഗവർണറുടെ ഇടപെടലെന്നും BJP വിലയിരുത്തുന്നു. നിയമസഭ പാസാക്കിയ ബില്ലുകൾ തടയുകയും പിന്നീട് രാഷ്ട്രപതിക്ക് അയച്ചതും സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. മുഖ്യമന്ത്രിയുമായുള്ള തുറന്ന പോര് സംസ്ഥാനത്ത് വോട്ടർമാരെ സ്വാധീനിച്ചതായും വിലയിരുത്തലുണ്ട്. ഈ സാഹചര്യത്തിലാണ് ആരിഫ് മുഹമ്മദ് ഖാനെ വീണ്ടും ഗവർണറായി നിയമിക്കാൻ ആലോചന നടക്കുന്നത്. സർവകലാശാലകളിലെ നിയമനങ്ങളിൽ ഉൾപ്പെടെ നിയമ പോരാട്ടം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അതോടൊപ്പം തന്നെ കുവൈറ്റിൽ അപകടമുണ്ടായപ്പോൾ സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജിന് സംഭവ സ്ഥലത്തേക്ക് പോകാൻ കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചപ്പോൾ കേന്ദ്ര നിലപാടിനെ പിന്തുണച്ച് ഗവർണർ രംഗത്ത് വരികയും ചെയ്തിരുന്നു. കേരളത്തിലെ ഒരു മന്ത്രി അവിടെ പോയിട്ട് ഒന്നും ചെയ്യാനില്ല എന്നായിരുന്നു വീണ ജോർജ് വിഷയത്തിൽ ഗവർണറുടെ അഭിപ്രായം. പിണറായി സർക്കാരിനെ അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിപ്പിച്ച ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. മുഖ്യമന്ത്രിക്കെതിരെ പലപ്പോഴും ശക്തമായ ഭാഷയിൽ അദ്ദേഹം രംഗത്തു വന്നു. സർവകലാശാലയുമായി ബന്ധപ്പെട്ട് നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഒപ്പിടാൻ തയ്യാറാകാതെ പിടിച്ചുവെച്ചും ബില്ലുകൾ രാഷ്ട്രപതിക്കയച്ചും ഏറ്റുമുട്ടലിന്റെ പാത സ്വീകരിച്ച അദ്ദേഹം സർക്കാരിനെ വീർപ്പ് മുട്ടിക്കുകയായിരുന്നു. കേരളത്തിലെ ശരിക്കുള്ള പ്രതിപക്ഷം എന്ന വ്യാഖ്യാനം പോലും അദ്ദേഹത്തിന് ജനങ്ങൾ ചാർത്തിക്കൊടുത്തു. ഏറ്റവും ഒടുവിൽ ലോക കേരള സഭയുടെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായി എത്തിയ ചീഫ് സെക്രട്ടറിയോട് അദ്ദേഹം സർക്കാരിനെതിരെ പരുഷമായ ഭാഷയിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു. പങ്കെടുക്കാനാവില്ലെന്ന് ചീഫ് സെക്രട്ടറിയോട് തുറന്നു പറഞ്ഞ അദ്ദേഹം സകല ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഇകഴ്ത്തി കാണിക്കുന്ന പെരുമാറ്റമാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്ന് വിമർശിക്കുകയും ചെയ്തു. തന്റെ വാഹനം ആക്രമിച്ചു കേടുവരുത്തിയപ്പോൾ അത് ജനാധിപത്യപരമായ പ്രതിഷേധം എന്നാണെന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചതെന്നും അക്രമികളെ മന്ത്രിമാർ പലരും ഹസ്തദാനം നടത്തി പ്രോത്സാഹിപ്പിച്ചുവെന്നും കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു.